ഞാൻ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പലയിടത്തും പോകാറുള്ളതാണ്. അപ്പോൾ പലയിടത്ത് പോകുമ്പോഴും നമ്മൾ പല ആളുകളെയും കാണുമ്പോൾ പല ഡയലക്ട്സിലാണ് അവർ സംസാരിക്കുക. ഇപ്പോൾ എനിക്കൊരു ലൊക്കേഷൻ ഷെയർ ചെയ്യൂ എന്ന് നമ്മൾ പല ഡയലക്ട്സിൽ എങ്ങനെ പറയാം? ലൊക്കേഷൻ സെൻഡ് ചെയ്യുന്നുള്ളത് ഇപ്പോൾ ഒരു കുവൈത്തിൽ സാധാരണ ദിസ് എന്ന് പറയാറുണ്ട്. ദിസ്ലി ലൊക്കേഷൻ. ലൊക്കേഷൻ തന്നെയാണ് ഇപ്പോഴും അറബ്സും ഉപയോഗിക്കുന്നത്. മൗഗ എന്നാണ് അതിൻ്റെ അറബി. പക്ഷേ നമ്മൾ ദിസ്ലി ലൊക്കേഷൻ. ഇതേ സാധനം തന്നെ ഇമറാത്തിൽ പറയുമ്പോൾ നമ്മൾ ഇമറാത്തിൽ തൊറഷ്ലി ലൊക്കേഷൻ അല്ലെങ്കിൽ തൊറഷ്ലി മൗഗ. കുറച്ചുകൂടെ നമ്മൾ ലവ് സമഹത്തോടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പൊളൈറ്റ് ആവും. ലവ് സമഹ് പ്ലീസ് സെൻഡ് മീ എന്നാവും. ഇത് തന്നെ ഖത്തറിലും പിന്നെ നമ്മൾ സൗദിയിലൊക്കെ പറയുമ്പോൾ ഇർസില്ലി ലൊക്കേഷൻ എന്നായിരിക്കും പറയാം. അപ്പോൾ ഒന്ന് പറഞ്ഞൊക്കെ ഇർസില്ലി ലൊക്കേഷൻ. യെസ്. ഈ ഇർസില്ലി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ GCC എല്ലായിടത്തും എല്ലാവർക്കും അറിയുന്നതാണ്, കോമൺ ആയിട്ട്. അതെ, GCCക്ക് പുറത്ത് നമുക്ക് ഇർസില്ലി ലൊക്കേഷൻ നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾ ഒരു ബിസിനസ്സുകാരനായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആയിക്കൊള്ളട്ടെ, ഏത് ഫീൽഡ് ആയിക്കൊള്ളട്ടെ, അറബിക് ലാംഗ്വേജ് ഹബിൽ നമ്മൾ വ്യത്യസ്തമായ ഡയലക്റ്റുകളിൽ ആപ്പിലൂടെ അതുപോലെ വാട്സാപ്പിലൂടെ ഗൂഗിൾ മീറ്റിലൂടെ ഒക്കെ അറബി ഭാഷ പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് പ്രീമിയം കോഴ്സുകളുമുണ്ട്. നിങ്ങൾക്ക് 1-1 സെഷനായിട്ട് നിങ്ങളുടെ ഒഴിവ് സമയത്ത് നിങ്ങളുടെ ട്രെയിനറോട് നിങ്ങൾക്ക് സ്കെഡ്യൂൾ ചെയ്ത് ആ സമയത്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ അറബിക് ലാംഗ്വേജ് ഹബിൻ്റെ ഈ സ്പോക്കൺ അറബിക് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഉടൻ തന്നെ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.